കേരളത്തിൽ ആദ്യമായി എംപോക്സ് സ്ഥിരീകരിച്ചു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മങ്കി പോക്സ് അഥവാ വാനരവസൂരിയെക്കുറിച്ചാണ്. എന്താണ് മങ്കി പോക്സ് അഥവാ എംപോക്സ്? ആരംഭത്തിൽ മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണിത്. എന്നാൽ ഇപ്പോൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വളരെ വേഗം പടർന്നു പിടിക്കുന്നു. തീവ്രത കുറവാണെങ്കിലും 1980 ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയായ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംപോക്സ് അഥവാ മങ്കി പോക്സ് ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട്. ലക്ഷണങ്ങൾ നോക്കാം. പനി, തീവ്രമായ തലവേദന, കഴലകളിൽ തടിച്ച വീക്കം, നടുവേദന, പേശിവേദന, അമിതമായ ശരീരക്ഷീണം എന്നിവയാണ് തുടക്കം. പനി വന്ന് 1 മുതൽ 3 ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത്. ഇതിനു പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കൺജങ്ക്റ്റീവ, കോർണിയ എന്നീ ഭാഗങ്ങളിൽ വരെ കുമിളകൾ പ്രത്യക്ഷപ്പെടാം. പകരുന്ന വിധം: രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം, ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഇത് പകരുന്നു. അണ്ണാൻ, എലികൾ, വിവിധ ഇനം കുരങ്ങുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മൃഗങ്ങളിലൂടെയാണ് പകരുന്നത്. രോഗബാധിതരായ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് തുടർന്നിത് പകരുന്നു. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് എങ്ങനെ? ക്ഷതങ്ങൾ, രക്തസ്രാവങ്ങൾ, ശ്വസന സമയത്ത് പുറത്തു വരുന്ന തുള്ളികൾ, കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയും ലൈംഗിക സമ്പർക്കത്തിലൂടെയും പ്ലാസൻ്റ വഴി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ അല്ലെങ്കിൽ ജനന സമയത്തോ അതിനുശേഷമോ കുഞ്ഞുങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ ഇത് പകർന്നു പിടിക്കുന്നു. നമുക്കെങ്ങനെ നേരിടാം? വന്യമൃഗങ്ങളുമായോ അവയുടെ മൃതശരീരമായോ സുരക്ഷിതമല്ലാത്ത സമ്പർക്കം ഒഴിവാക്കുക. ഇവയുടെ മാംസം, രക്തം, മറ്റു ഭാഗങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കവും ഒഴിവാക്കുക. മൃഗങ്ങളുടെ മാംസം കഴിക്കുന്നതിന് മുമ്പ് നന്നായി വേവിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്ഥിരീകരിച്ചതോ ആയ രോഗികളെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും രോഗബാധിതരുടെ സ്രവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും നിർബന്ധമായും സാധാരണ സ്വീകരിക്കുന്ന അണുബാധ നിയന്ത്രണ മുൻകരുതലുകളായ മാസ്ക്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് കിറ്റ് അഥവാ PPE കിറ്റ് തുടങ്ങിയവ നിർബന്ധമായും എടുക്കുക. അപ്പോൾ പ്രതിരോധം തുടങ്ങിയല്ലേ? ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.